മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ഇത് നമുക്കുള്ള വരികളാ. ശ്രീരാമചന്ദ്രന് ഇതുകൊണ്ട് ആവശ്യമില്ല, ലക്ഷ്മണനും ഇതുകൊണ്ട് ആവശ്യമില്ല. പിന്നെ എന്തിനാ എഴുത്തച്ഛൻ ഇതിവിടെ പറഞ്ഞത്? എന്നെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, രാമ 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 പാഹി മാം. പാഹി മാം, പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. ഇനി എന്റെ കുട്ടികളെ രക്ഷിക്കൂ എന്ന് പറയില്ല, പാഹി മാം, എന്നെ രക്ഷിക്കൂ. നമ്മൾ ചെല്ലിയാ നമുക്കുണ്ട്, അമ്മ ചൊല്ലുണ്ട് വെച്ചിട്ട് കുട്ടി അവിടെ ഇരുന്നാലൊന്നും മോക്ഷം കിട്ടില്ല. എന്താ പറയുന്നത്? മായാ മാനുഷനാകുമെന്നുടെ ചരിതം ആരൊക്കെ ഭജിക്കുന്നുണ്ടോ, ആരൊക്കെ കീർത്തിക്കുന്നുണ്ടോ, ആരൊക്കെ ശ്രവണം ചെയ്യുന്നുണ്ടോ, അവർക്കെല്ലാം സിദ്ധിച്ചിടും മോക്ഷം, സംശയമില്ല ഏതും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, കിട്ടുമോ? നമുക്കൊക്കെ സംശയമല്ലേ, ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, എനിക്ക് കിട്ടുമോ? ഉപാസന ഇല്ലേ? ഇല്ല കേട്ടോ. എന്നാലോ രാമനാമം ചൊല്ലുന്നുണ്ടോ? മതി. രാമനാമത്തിന്റെ മഹത്വം എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. സഹസ്രനാമ തത്തുല്യം. എന്നും 7 മണിക്ക് സഹസ്രനാമം ചൊല്ലും. ഒരു ദിവസം രാവിലെ 6:30 വരണേ ടീച്ചറെ, 7 മണിക്ക് പ്രഭാഷണം തുടങ്ങണം. ചൊല്ലാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് ചൊല്ലി അവര് നോട്ടീസത്തെ കാര്യം പ്രശ്നമായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? രാമ 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 രാമ. ഹേ ശ്രീരാമചന്ദ്ര, ഇന്ന് എനിക്ക് ചൊല്ലാൻ കഴിയില്ല കേട്ടോ, എന്റെ സഹസ്രനാമമായിട്ട് എന്റെ ഉപാസനയായി ഇത് സ്വീകരിക്കണമേ. അത് കരുതിയിട്ടോ പണ്ഡിതന്മാർക്ക് പറഞ്ഞതാണത്. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അതായത് നമുക്ക് ഒരു അസുഖമാണ്, ഹോസ്പിറ്റലിൽ പോണം, ഇന്നത്തെ ഉപാസന മുടങ്ങി, അപ്പൊ ഒരൊറ്റ രാമനാമം. അതാണ് രാമനാമത്തിന്റെ മഹത്വം. അതുകൊണ്ട് തന്നെ 3 അവതാരങ്ങളിലും രാമനാമം എടുത്താണ് ഭഗവാൻ വന്നത്. വേറെ നാമം ഇല്ലാഞ്ഞിട്ടാണോ? 1000 നാമങ്ങൾ ഭഗവാൻ ഇല്ലേ? 10 അവതാരങ്ങൾ എടുത്തപ്പോ 3 എണ്ണത്തിനും ചാർത്തി കൊടുത്തു. രാമ രാമ. എത്ര ഉഗ്രമാണ് നോക്കൂ. ഹരേ രാമ ഹരേ ഹരേ. ഈ മന്ത്രം അറിയാത്ത ഒരു ഹിന്ദു ഉണ്ടാവില്ല. ഈ മന്ത്രം എവിടെ ഉള്ളതാ? കലിസന്ധാരണോപനിഷത്തിലാ. ചോദിക്കാം മഹർഷീശ്വരന്മാർ, ഹേ കൃഷ്ണ, കലി ബാധിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ ഈ കലിദോഷം തീരാൻ എന്താ അപ്പോ ചെയ്യാ? അപ്പൊ പറയാണ്, ഈ 16 നാമങ്ങളുള്ള 2 വരിയേ ഉള്ളൂലേ, പക്ഷെ അതിലും ആദ്യം എന്താ പറഞ്ഞത്? ഹരേ രാമ. രാമനെ കഴിഞ്ഞേ അവിടെ കൃഷ്ണനെ പറയുന്നുള്ളൂ. കൃഷ്ണൻ മോശമായിട്ടാണോ? കൃഷ്ണൻ പൂർണ്ണാവതാരം അല്ലേ, നമ്മുടെ എല്ലാം ഉള്ളിലെ കള്ളകൃഷ്ണനല്ലേ. അപ്പൊ തോന്നും കൃഷ്ണനെ അത്രയൊക്കെ പറഞ്ഞാൽ ഈ കള്ളകൃഷ്ണനാ, നുണയൊക്കെ പറയാന്ന് തോന്നും, കട്ട് തിന്നവനല്ലേ. പക്ഷേ ശ്രീരാമചന്ദ്രൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന, ത്യാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ ഭജിച്ചോളൂ കേട്ടോ.